പ്രേക്ഷകരെ, ഇന്നിപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് ചേർന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒട്ടനവധി പദ്ധതികൾ നടപ്പാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായി. ഒട്ടനവധി പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടായി. അതിനുശേഷം കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളോട് ഇന്നത്തെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുടെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയുണ്ടായി. അതായത് ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കുന്നതിലും ഊർജ്ജ കായിക മേഖലകളിൽ സ്വയം പര്യാപ്തമാക്കുന്നതിലും വഴി തുറക്കുന്ന വൻ പ്രഖ്യാപനങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മോദി സർക്കാർ നടത്തിയിരിക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിവരസാങ്കേതിക റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് രാജ്യത്തിൻ്റെ വികസന കുതിപ്പിന് വേഗത കൂട്ടുന്ന ചരിത്രപരമായ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. എണ്ണ പര്യവേഷണം, അതേപോലെ തന്നെ ഹരിതോർജ്ജം, കായിക വികസനം, കാർഷിക ക്ഷേമം എന്നിവ മുൻനിർത്തി പ്രഖ്യാപിച്ച പദ്ധതികളുടെ വിശദാംശങ്ങൾ. വിദേശ നാണ്യം ലഭ്യമാക്കുന്നതിനും രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി സമുദ്രമഥൻ എന്ന പേരിൽ 84,000 കോടി രൂപയുടെ വമ്പൻ എണ്ണ വാതക പര്യവേഷണ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. ഭാരതത്തിൻ്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിലൂടെ 1.6 ബില്യൺ ടൺ എണ്ണ ലഭ്യതയാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ 28,000 കോടി രൂപയുടെ സീസ്മിക് ഡേറ്റ കളക്ഷനും 43,200 കോടി രൂപയുടെ ആക്സിലറേറ്റഡ് എക്സ്പ്ലോറേഷനും ഉൾപ്പെടുന്നു. മേക്ക് ഇൻ ഇന്ത്യ മുൻനിർത്തി നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഭാരതത്തിൻ്റെ ഇന്ധന മേഖലയിൽ വൻ വിപ്ലവം സൃഷ്ടിക്കും. ഹരിതോർജ്ജ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്കും തുടക്കമായി. ജലാശയങ്ങളുടെ ഉപരിതലത്തിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ സ്ഥാപിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണിത്. ഇതുവഴി 10 ദശലക്ഷം ടൺ കാർബൺ ഉദ്വമനം കുറയ്ക്കുവാനും 17,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കും. സംസ്ഥാന സർക്കാരുകളുടെ പൂർണ്ണ സഹകരണത്തോടെയാകും ഇത് നടപ്പിലാക്കുക. ऑब्वियसली सोलर का जो बेनिफिट है CO2 एमिशंस में बहुत बड़ा बेनिफिट है. 10 मिलियन टन्स ऑफ CO2 एमिशंस को ये प्रिवेंट करेगा. ये इस पूरे प्रोग्राम का ऑब्जेक्टिव है. और करीब 16 to 17,000 फुल टाइम एम्प्लॉयमेंट क्रिएट होगा. डोमेस्टिक मैन्युफैक्चरिंग वैसे भी सोलर की बहुत अच्छी हो गई है. इससे और भी इसमें बेनिफिट मिलेगा. ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ് എന്നിവ ലക്ഷ്യമിട്ട് രാജ്യത്തെ കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ 29,000 കോടി രൂപയുടെ 5 വർഷത്തെ സമഗ്ര പദ്ധതിയാണ് അംഗീകരിച്ചത്. മുൻപത്തേക്കാൾ 10 ഇരട്ടി പിന്തുണയാണ് കായിക താരങ്ങൾക്ക് കേന്ദ്രം ഉറപ്പു നൽകുന്നത്. 29,000 करोड़ रुपीस की ये स्कीम है 5 इयर्स के लिए. और ये सीधा वीव इन करेगी ओलंपिक, पैरा ओलंपिक और आगे कॉमनवेल्थ गेम्स को होस्ट करने वाले हैं 2030 में भारत में. उन सब के साथ ये वीव इन करें. अब तक जितना सपोर्ट मिलता है उससे 10 गुना ज़्यादा एथलीट्स को सपोर्ट इस प्रोग्राम के तहत मिलेगा. ഇതിനൊപ്പം രാജ്യത്തെ 11 കോടിയോളം വരുന്ന കർഷകർക്ക് PM കിസാൻ സമ്മാൻ നിധിയിലൂടെ സമയബന്ധിതമായി ആനുകൂല്യങ്ങൾ എത്തിക്കുവാനും അന്താരാഷ്ട്ര വിപണിയിൽ വില വർധനവുണ്ടായിട്ടും സബ്സിഡി നിരക്കിൽ വളം നൽകുവാനും മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ജനം, ഡൽഹി.